നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും അമേരിക്കയും ഉൾപ്പെട്ട യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം കാരണം ആഗോള എണ്ണ വിതരണത്തിൽ വലിയ കുറവുണ്ടായതും ഇന്ധനവില വർധനവിന് കാരണമായി. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പ്രതിസന്ധി രാജ്യത്തെ ഇന്ധനവിലയെയും ബാധിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ വാഹനോടമകൾക്ക് ഇന്ധന ലാഭത്തിനായി ചെയ്യാവുന്ന ചില പ്രായോഗിക കാര്യങ്ങൾ നോക്കാം. ഡ്രൈവിംഗ് ശീലങ്ങളിൽ മാറ്റം വരുത്താം. വാഹനത്തിന്റെ വേഗത എപ്പോഴും ഒരേ നിലയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹൈവേകളിൽ അമിത വേഗതയിൽ പോകുന്നത് എഞ്ചിന് കൂടുതൽ ആയാസമുണ്ടാക്കുകയും ഇന്ധനം വേഗത്തിൽ തീരാൻ കാരണമാവുകയും ചെയ്യും. ക്രൂയിസ് കൺട്രോൾ സംവിധാനമുള്ള വാഹനങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് സ്ഥിരമായ വേഗത നിലനിർത്താൻ സഹായിക്കും. മിനിറ്റിൽ പലതവണ ആക്സിലേറ്റർ അമർത്തുന്നത് ഒഴിവാക്കുന്നതിലൂടെ 20% ഇന്ധനം ലാഭിക്കാം. പെട്ടെന്ന് വേഗത കൂട്ടുന്നതും പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതും ഒഴിവാക്കണം. ട്രാഫിക് സിഗ്നലുകൾ മുൻകൂട്ടി കണ്ട് ആക്സിലേറ്ററിൽ നിന്ന് കാൽ മാറ്റുന്നത് അനാവശ്യമായ ബ്രേക്കിങ്ങും സ്റ്റാർട്ടിങ്ങും കുറയ്ക്കും. ട്രാഫിക് ബ്ലോക്കുകളിൽ എഞ്ചിൻ ഓഫാക്കുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതിക വിദ്യ ആധുനിക വാഹനങ്ങളിലുണ്ട്. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് നഗരയാത്രകളിൽ വലിയ രീതിയിൽ ഇന്ധനം ലാഭിക്കാൻ സഹായിക്കും. ട്രാഫിക് സിഗ്നലോ കുത്തനെയുള്ള ഇറക്കമോ കാണുമ്പോൾ ആക്സിലേറ്ററിൽ നിന്ന് കാൽ മാറ്റി വാഹനത്തിന്റെ ആക്കം ഉപയോഗിച്ച് മുന്നോട്ട് നീങ്ങുക. ഇത് അനാവശ്യമായ ഇന്ധന ഉപയോഗം കുറയ്ക്കും. ആധുനിക എഞ്ചിനുകൾക്ക് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഓടിച്ചു തുടങ്ങുന്നത് നല്ലതല്ല. ഏകദേശം 30 സെക്കൻഡ് ഐഡിൽ ഇട്ട ശേഷം മാത്രം ഡ്രൈവ് ചെയ്യുന്നത് എഞ്ചിൻ തേയ്മാനം കുറയ്ക്കാനും ഇന്ധനക്ഷമത കൂട്ടാനും സഹായിക്കും. എഞ്ചിൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കാം. 2026 പുതിയ സാങ്കേതിക വിദ്യകൾ പ്രകാരം ആക്റ്റീവ് ടെക്നോളജി ഉള്ള ഇന്ധനങ്ങളും അഡിക്റ്റീവുകളും വിപണിയിൽ ലഭ്യമാണ്. ഇവ എഞ്ചിൻ വാൾവുകളിലെയും ഇഞ്ചക്ടറുകളിലെയും കാർബൺ അടിഞ്ഞുകൂടുന്നത് തടയുകയും എഞ്ചിൻ കൂടുതൽ സുഗമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതുവഴി പ്രതിവർഷം കൂടുതൽ കിലോമീറ്ററുകൾ അധികമായി ഓടിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വാഹന നിർമ്മാതാക്കൾ നിർദ്ദേശിക്കുന്ന ശരിയായ വിസ്കോസിറ്റി ഉള്ള എഞ്ചിൻ ഓയിൽ മാത്രം ഉപയോഗിക്കുക. സിന്തറ്റിക് ഓയിലുകൾ എഞ്ചിൻ ഭാഗങ്ങൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുകയും ഇന്ധനക്ഷമത 2% വരെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അഴുക്കുപിടിച്ച എയർ ഫിൽട്ടറുകൾ എഞ്ചിനിലേക്കുള്ള വായു പ്രവാഹം തടയുന്നു. ഇത് ഇന്ധന ഉപയോഗം 10% വരെ കൂട്ടും. അതുപോലെ തേയ്മാനം സംഭവിച്ച സ്പാർക്ക് പ്ലഗുകൾ മാറ്റുന്നത് വഴി 30% വരെ മികച്ച ഇന്ധനക്ഷമത ഉറപ്പാക്കാം. വാഹനത്തിന്റെ ഭാരം കുറയ്ക്കുക. വാഹനത്തിൽ അനാവശ്യ സാധനങ്ങൾ കയറ്റിവെക്കുന്നത് ഒഴിവാക്കണം. ഡിക്കിയിലോ പിൻസീറ്റിലോ ഉള്ള അധിക ഭാരം എഞ്ചിന് വലിയ ആയാസമുണ്ടാക്കും. അതുപോലെ തന്നെ റൂഫ് റാക്കുകൾ, കാർഗോ ബോക്സുകൾ എന്നിവ ഉപയോഗത്തിലില്ലാത്തപ്പോൾ നീക്കം ചെയ്യുന്നത് വായുവിനെ കീറുമുറിച്ച് മുന്നോട്ട് പോകാനുള്ള വാഹനത്തിന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുകയും ഇന്ധനം ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. ടയർ പ്രഷറും കൃത്യമായ അറ്റകുറ്റപ്പണിയും. ടയറിലെ വായുമർദ്ദം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. വായു കുറഞ്ഞ ടയറുകൾ ഉരുളാൻ കൂടുതൽ ഊർജം ആവശ്യമായതിനാൽ ഇന്ധന ഉപയോഗം കൂടും. കൃത്യമായ ഇടവേളകളിൽ എയർ ഫിൽട്ടറുകൾ, സ്പാർക്ക് പ്ലഗുകൾ എന്നിവ പരിശോധിച്ച് വാഹനം സർവീസ് ചെയ്യണം. തകരാറുള്ള സെൻസറുകളും അഴുക്ക് പിടിച്ച ഫിൽട്ടറുകളും ഇന്ധനക്ഷമതയെ സാരമായി ബാധിക്കും. യാത്രകൾ പ്ലാൻ ചെയ്യാം. ചെറിയ ആവശ്യങ്ങൾക്കായി പലതവണ വാഹനം എടുക്കുന്നതിന് പകരം എല്ലാ കാര്യങ്ങളും ഒരു യാത്രയിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുക. ഇന്ധനവില താരതമ്യം ചെയ്യുന്ന മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുന്നത് ലാഭകരമായ പെട്രോൾ പമ്പുകൾ കണ്ടെത്താൻ സഹായിക്കും. ഭാവിയിൽ വാഹനങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും ഇന്ധന ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ദീർഘകാല മാർഗമാണ്. മറ്റ് പ്രായോഗിക നിർദ്ദേശങ്ങൾ. സാധാരണ സ്റ്റീൽ വീലുകളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞ അലോയ് വീലുകൾ ഉപയോഗിക്കുന്നത് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ഭാരം കുറയ്ക്കുകയും മൈലേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ടയറിലെ കാറ്റ് കുറയുന്നത് റോഡുമായുള്ള ഘർഷണം കൂട്ടും. ഡിജിറ്റൽ പ്രഷർ ഗേജ് ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരിക്കൽ കാറ്റ് പരിശോധിക്കുന്നത് ശീലമാക്കുക. നഗരങ്ങളിലെ ട്രാഫിക് ബ്ലോക്കുകളിൽ AC മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് ഇന്ധന ഉപയോഗം 20% കുറയ്ക്കാൻ സഹായിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.